സി ക്യാരക്ടർ സെറ്റ്. അപ്പോൾ നമ്മൾ സാധാരണ ഏതൊരു ലാംഗ്വേജ് പഠിക്കുകയാണെന്നുണ്ടെങ്കിലും ആ ലാംഗ്വേജിൻ്റെ എന്തൊക്കെയായിരിക്കും ഉണ്ടാവുക? ഒരു ലാംഗ്വേജിനകത്ത് അതിനകത്ത് ലെറ്റേഴ്സ് ഉണ്ടാവും, വേർഡ്സ് ഉണ്ടാവും, പിന്നെ എന്തുണ്ടാവും, സിമ്പിൾസ് ഉണ്ടാവും, നമ്പേഴ്സ് ഉണ്ടാവും. അങ്ങനെയാണ് സാധാരണ എല്ലാ ലാംഗ്വേജിലും. അതുപോലെ തന്നെയാണ് കമ്പ്യൂട്ടർ ലാംഗ്വേജായ സി ലാംഗ്വേജിലും ഉള്ളത്. അപ്പം അതിനകത്ത് എന്തൊക്കെയാണ് നമ്മൾ ക്യാരക്ടറായിട്ട് യൂസ് ചെയ്യുന്നത്? ക്യാരക്ടേഴ്സ് ഇതിനകത്ത് എന്തൊക്കെ നമുക്ക് യൂസ് ചെയ്യാം? അപ്പോൾ ഇതിന് പൊതുവെ പറയുന്ന പേരാണ് ക്യാരക്ടർ സെറ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് ക്യാരക്ടർ സെറ്റ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഒന്ന് ലെറ്റേഴ്സ്, നമ്പേഴ്സ്, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്, വൈറ്റ് സ്പേസസ്, ഇതൊക്കെയാണ് ഇവിടെ ക്യാരക്ടർ സെറ്റായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി അവ ഓരോന്നും എങ്ങനെയാണ്, എന്താണ് എന്ന് നമുക്ക് നോക്കാം. ലെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പർ കേസ് ക്യാരക്ടർ ലെറ്റേഴ്സ് A to Z, ലോവർ കേസ് ക്യാരക്ടേഴ്സ് A to Z. നമ്പേഴ്സ് എന്ന് പറയുമ്പോഴും ഓൾ ഡിജിറ്റ്സ് ഫ്രം 0 to 9, 0 to 9 വരെയുള്ള എല്ലാ ഡിജിറ്റുകളും അപ്പർ കേസ് ആൻഡ് ലോവർ കേസ് ലെറ്റേഴ്സും. പിന്നെ യൂസ് ചെയ്യുന്നത് വൈറ്റ് സ്പേസസ് ആണ്. വൈറ്റ് സ്പേസസ് എന്ന് പറയുമ്പം അതിനകത്ത് എന്തൊക്കെ വരും? ബ്ലാങ്ക് സ്പേസ് വരാം, ന്യൂ ലൈൻ വരാം, കാരേജ് റിട്ടേൺ വരാം, ഹൊറിസോണ്ടൽ ടാബ് വരാം. ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ വൈറ്റ് സ്പേസ് ആയിട്ട് നമ്മൾ ഒരു വേർഡ് കഴിഞ്ഞ് ഒരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് അടുത്ത വേർഡ് ടൈപ്പ് ചെയ്യുക. അപ്പോൾ അതാണ് ബ്ലാങ്ക് സ്പേസ്. ന്യൂ ലൈൻ എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് ലൈനിലേക്ക് വരുന്നതായിട്ടാണ്. കാരേജ് റിട്ടേൺ എൻ്റർ ബട്ടൺ ആണ്. ദെൻ ഹൊറിസോണ്ടൽ ടാബ് എന്ന് പറയുന്നത് എന്താണ്? ഇടതുവശത്ത് നിന്ന് റൈറ്റിലേക്ക്, ലെഫ്റ്റ് റൈറ്റ് പോകുമ്പോൾ എന്താണ്? 5 ടാബ് സ്പേസ്. അത് നമുക്ക് 5 ക്യാരക്ടർ സ്പേസ്, ബ്ലാങ്ക് സ്പേസ്, അതിനെയാണ് ഒരു ടാബ് എന്ന് പറയുക. ഓക്കെ, നെക്സ്റ്റ് വൺ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്. സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കോമ, പിന്നത് ഓപ്പണിംഗ് കർലി ബ്രാക്കറ്റ്, പീരീഡ്. പീരീഡ് എന്ന് പറഞ്ഞാൽ ഡോട്ടാണ്. പിന്നെ റൈറ്റ് കർലി ബ്രാക്കറ്റ്, അതായത് ക്ലോസിംഗ്. പിന്നെ സെമി കോളൻ, ലെഫ്റ്റ് ബ്രാക്കറ്റ്, റൈറ്റ് ബ്രാക്കറ്റ്, കോളന്, ക്വസ്റ്റ്യൻ മാർക്ക്, അങ്ങനെ താഴേക്ക് കാണുന്ന ധാരാളം, അതായത് പ്ലസ്, മൈനസ്, സ്റ്റാർ, ഡിവിഷന്, മൾട്ടിപ്ലിക്കേഷന്, ടിൽഡെ, അണ്ടർസ്കോർ തുടങ്ങിയിട്ടുള്ള എല്ലാ സിമ്പലുകളും ആണ് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സ്പെഷ്യൽ ക്യാരക്ടറുകൾ നമുക്ക് യൂസ് ചെയ്യാം സിയിൽ. അതുപോലെ തന്നെ എന്തൊക്കെ യൂസ് ചെയ്യാം? അപ്പർ കേസ് ലെറ്റേഴ്സ്, ലോവർ കേസ് ലെറ്റേഴ്സ്, നമ്പേഴ്സ്, വൈറ്റ് സ്പേസസ്, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്, ഇതെല്ലാം നമുക്ക് സിയുടെ ക്യാരക്ടർ സെറ്റായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് വൺ ഈസ് ടോക്കൺ. ടോക്കൺ എന്ന് പറയുന്നത് ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ്. സി പ്രോഗ്രാമിലെ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റിനെയാണ് ടോക്കൺ എന്ന് പറയുന്നത്. ടോക്കൺ 6 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഐഡന്റിഫയേഴ്സ്, സെക്കൻഡ് കീവേഡ്സ്, തേർഡ് കോൺസ്റ്റന്റ്സ്, 4 സ്ട്രിങ്സ്, 5 ഓപ്പറേറ്റേഴ്സ്, 6 സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്. ഉണ്ടല്ലോ. അപ്പൊ ഇത്രയും ഐറ്റംസ് ആണ് എന്ത്? ടോക്കൺസ്, 6 ഐഡന്റിഫയർ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സാമ്പിൾ, നമ്മളൊരു പേര് കൊടുക്കുന്നു ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടി. ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടി നമ്മളൊരു പേര് കൊടുക്കും. ദാറ്റ് ഈസ് എൻ ഐഡന്റിഫയർ. ശരിക്കും പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. അതായത് ഐഡന്റിഫയേഴ്സ് ആർ ദ യൂസർ ഡിഫൈൻഡ് നെയിംസ് കൺസിസ്റ്റിംഗ് ഓഫ് സി സ്റ്റാൻഡേർഡ് ക്യാരക്ടർ സെറ്റ്. നമ്മൾ മുമ്പ് പഠിച്ച സി സ്റ്റാൻഡേർഡ് ക്യാരക്ടർ സെറ്റ് യൂസ് ചെയ്തുകൊണ്ട്, അത് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ, അത് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന നെയിംസ്, യൂസർ ഡിഫൈൻഡ് നെയിംസ്, അതിനെയാണ് ഐഡന്റിഫയേഴ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഐഡന്റിഫൈ എ പർട്ടിക്കുലർ എലമെന്റ് ഇൻ എ പ്രോഗ്രാം. നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഐഡന്റിഫയേഴ്സ്. അതിനകത്ത് കുറച്ച് റൂൾസ് ഉണ്ട്. ആ റൂൾസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, the first character must be always be an alphabet or an underscore. It should be formed using only letters, numbers or underscore. A keyword cannot be used as an identifier.
It should not contain any white space character. The name must be meaningful. ഇത് എത്രയായിരിക്കണം ഐഡന്റിഫയർ ആകുന്നതിനുള്ള റോള്. ഐഡന്റിഫയർ കൊടുക്കുന്നതിനുള്ള ഫസ്റ്റ് ക്യാരക്ടർ ആൽഫബറ്റോ അണ്ടർസ്കോറോ ആയിരിക്കണം. ഇറ്റ് ഷുഡ് ബി ഫോംഡ് യൂസിങ് ഓൺലി ലെറ്റേഴ്സ് നമ്പേഴ്സ് അണ്ടർസ്കോർ. ഇത് ഇത്രയേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. കീബോർഡ് എന്ന് പറയുന്നത് ഒരു കാരണവശാലും ഐഡന്റിഫയർ ആയിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. ഇറ്റ് ഷുഡ് നോട്ട് കണ്ടെയ്ൻ എനി വൈറ്റ് സ്പേസ് ക്യാരക്ടേഴ്സ് യൂസ് ചെയ്യാൻ പാടില്ല. നെയിം മസ്റ്റ് ബി മീനിങ്ഫുൾ ആയിട്ടുള്ള ആയിരിക്കണം ആ പേര്. നെക്സ്റ്റ് വൺ ഈസ് വേരിയബിൾ. വേരിയബിൾ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് an identifier which is used to store some value. Constants can never change at the time of execution. Variables can change during the execution of a program and update the value stored inside it. അപ്പോൾ വേരിയബിൾ എന്ന് പറയുന്നത് ഒരു ഐഡന്റിഫയർ തന്നെയാണ്. എന്ത് ചെയ്യും? ഒരു വാല്യൂവിനെ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വേരിയബിൾസ് യൂസ് ചെയ്യുന്നത്. ഇത് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് കോൺസ്റ്റൻസിനകത്ത് എന്ത് ചെയ്യും? അതിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യാൻ സാധിക്കില്ല. കോൺസ്റ്റൻസ് നെവർ ചേഞ്ച് അറ്റ് ദ ടൈം ഓഫ് എക്സിക്യൂഷൻ. വേരിയബിൾസ് ക്യാൻ ചേഞ്ച് ഡ്യൂറിങ് ദ എക്സിക്യൂഷൻ ഓഫ് എ പ്രോഗ്രാം ആൻഡ് അപ്ഡേറ്റ് ദ വാല്യൂ സ്റ്റോർഡ് ഇൻസൈഡ് ഇറ്റ്. ഇപ്പോൾ വേരിയബിളിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂ എക്സിക്യൂഷൻ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും? ചേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് നമുക്ക് വേരിയബിൾസ് ആയിട്ടാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. A single variable can be used at multiple locations in a program. A single variable can be used at multiple locations in a program. A variable name must be meaningful. It should represent the purpose of the variable. Example, height, age. അപ്പോൾ നമ്മളൊരു മീനിങ്ഫുൾ ആയിട്ടുള്ള ഒരു വേരിയബിൾസ് യൂസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ യൂസറിന് പ്രോഗ്രാം എഴുതുന്നതിനായി അത്യാവശ്യം വളരെ നല്ല എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. ഇവിടെ ഹൈറ്റ് എന്ന് പറയുന്നത് ഹൈറ്റ് വേരിയബിൾ ക്യാൻ ബി യൂസ്ഡ് ടു സ്റ്റോർ എ ഹൈറ്റ് വാല്യൂ. ഏജ് വേരിയബിൾ ക്യാൻ ബി യൂസ്ഡ് ടു സ്റ്റോർ ദ ഏജ് ഓഫ് എ പേഴ്സൺ. ഓക്കെ. അതിൻ്റെ സിൻടാക്സ് എന്ന് പറഞ്ഞാൽ ജനറൽ ഫോം. ഇതെങ്ങനെ യൂസ് ചെയ്യണമെന്ന്. വേരിയബിൾ നെയിം ഈക്വൽ ടു വാല്യൂ. എക്സാമ്പിൾ, എ ഈസ് ഈക്വൽ ടു 5, ലെങ്ത് ഈസ് ഈക്വൽ ടു 10 ഉണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ വേരിയബിൾസ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിലും കുറച്ച് കാര്യങ്ങളുണ്ട്, റൂൾസ് ഉണ്ട്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് കഴിഞ്ഞാൽ എ വേരിയബിൾ മസ്റ്റ് ബി ഡിക്ലെയർഡ് ഫസ്റ്റ് ബിഫോർ ഇറ്റ് ഈസ് യൂസ്ഡ് സംവെയർ ഇൻസൈഡ് ദ പ്രോഗ്രാം. ഈ പ്രോഗ്രാമിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് യൂസ് ചെയ്യുന്നതിന് മുൻപ് ആ വേരിയബിൾ എന്ത് ചെയ്യണം? മസ്റ്റ് ബി ഡിക്ലെയർഡ് ഫസ്റ്റ്. ആ വേരിയബിൾ മസ്റ്റ് ബി ഡിക്ലെയർഡ് ഫസ്റ്റ്. വേരിയബിൾ നമുക്ക് എങ്ങനെയൊക്കെ ഫോം ചെയ്യാം? യൂസിങ് ക്യാരക്ടേഴ്സ്, ഡിജിറ്റ്സ് ആൻഡ് അണ്ടർസ്കോർ. ഇനി ഇതിന് മുമ്പ് പറഞ്ഞതുപോലെ കുറച്ച് റൂൾസ് ഉണ്ട്. റൂൾസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എ വേരിയബിൾ നെയിം ഷുഡ് കൺസിസ്റ്റ് ഓഫ് ഓൺലി ക്യാരക്ടേഴ്സ്, ഡിജിറ്റ്സ് ആൻഡ് അണ്ടർസ്കോർ. ഓക്കെ. അപ്പോൾ മുമ്പ് പറഞ്ഞതുപോലെ ക്യാരക്ടേഴ്സും ഡിജിറ്റ്സും അണ്ടർസ്കോറും യൂസ് ചെയ്ത് നമുക്കൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം. എ വേരിയബിൾ നെയിം ഷുഡ് നോട്ട് ബിഗിൻ വിത്ത് എ നമ്പർ. ഒരു നമ്പർ വേരിയബിൾ നെയിം സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. ഇതിന് ഉള്ളിൽ ഷുഡ് നോട്ട് കൺസിസ്റ്റ് ഓഫ് വൈറ്റ് സ്പേസ് പാടില്ല. ഷുഡ് നോട്ട് കൺസിസ്റ്റ് ഓഫ് എ കീവേഡ് ഉപയോഗിക്കാൻ പാടില്ല വേരിയബിൾ നെയിമായിട്ട്. വേരിയബിൾ നെയിം എന്ന് പറയുന്നത് എന്താണ്? കേസ് സെൻസിറ്റീവ് ആണ്. C is a case sensitive language. That means a variable named age and age are different. Age and age are different. The following are the valid variable names. Following height or height. ഇത് രണ്ടാണ്. ഒന്ന് സ്മോൾ ലെറ്റേഴ്സ്, ഒന്ന് ക്യാപിറ്റൽ ലെറ്റേഴ്സ്. അണ്ടർസ്കോർ ഹൈറ്റ് 1. അപ്പോൾ ഈ ഹൈറ്റ് കഴിഞ്ഞിട്ട് ബ്ലാങ്ക് സ്പേസ് ഇട്ടിട്ട് 1 ഇട്ടാൽ അത് ഇൻവാലിഡ് ആണ്. എല്ലാം ഒന്നിച്ച് അടുത്തടുത്ത് നിൽക്കണം. അണ്ടർസ്കോർ ഹൈറ്റ് 1 ഇതും ഇതാണ്. മൈ അണ്ടർസ്കോർ നെയിം അതും വാലിഡ് ആണ്. അതേസമയം കണ്ടല്ലോ, ഷുഡ് നോട്ട് ബിഗിൻ വിത്ത് നമ്പർ കണ്ടല്ലോ, ഷുഡ് നോട്ട് ബിഗിൻ വിത്ത് നമ്പർ. അപ്പോൾ കണ്ടോ, 1 height is not a valid variable name. 1 height എന്ന് പറയുന്നത് നോട്ട് എ വാലിഡ് നെയിം ആണ്.
Then keyword. Keywords എന്ന് പറയുന്നത് എന്താണ്? ആ predefined words in say. Each keyword is meant to perform a specific function in a program. അപ്പോൾ ഇവിടെ പ്രത്യേകം പറയുന്ന കാര്യങ്ങളാണ് എന്താണ്? പ്രീഡിഫൈൻഡ് ആയിട്ടുള്ള വേർഡുകളെയാണ് സിയിൽ പ്രീഡിഫൈൻഡ് ആയിട്ടുള്ള വേർഡ്സിനെയാണ് കീവേഡ്സ് എന്ന് പറയുന്നത്. ഓരോ കീവേഡും ടു പെർഫോം എ സ്പെസിഫിക് ഫങ്ഷൻ ഇൻ എ സി പ്രോഗ്രാം. സി പ്രോഗ്രാമിൽ ഒരു സ്പെസിഫിക് ഫങ്ഷൻ അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കീവേഡ്സ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ റിസർവ്ഡ് വേർഡ്സ് ഫോർ സി. റിസർവ്ഡ് വേർഡ്സ് ആണ്. സിയിൽ എന്തൊക്കെയോ ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ആണ് കീവേഡ്സ് എന്ന് പറയുന്നത്. നമുക്ക് കുറച്ച് കീവേഡ്സിനെ ഇവിടെ പരിചയപ്പെടാം. ഓട്ടോ, ഡബിൾ, ഇൻറ്റ്, സ്ട്രക്റ്റ്, ബ്രേക്ക്, എൽസ്, ലോങ്, സ്വിച്ച് കേസ്, ഈനം ഉണ്ടാവും. ഇതെല്ലാം എന്താണ്? നമ്മളുടെ ഈ ലാംഗ്വേജിൽ യൂസ് ചെയ്യുന്ന കീവേഡുകളാണ്. അപ്പോൾ ഇത് ഇവിടെ അത് ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇവിടെ ഒരു ടേബിൾ പോലെ സി കീവേഡ്സ് റിസർവ്ഡ് വേർഡ്സ് പറഞ്ഞിട്ടുണ്ട്. ഓട്ടോ, ബ്രേക്ക്, കേസ് നിങ്ങൾ താഴോട്ട് നോക്കിയാൽ അറിയാൻ പറ്റും അല്ലേ. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഡാറ്റ ടൈപ്സ്. ഡാറ്റ ടൈപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പലതരത്തിലുള്ള ഡാറ്റ നമ്മൾ ലാംഗ്വേജസിൽ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ, പല ടൈപ്പ് അല്ലേ. അപ്പോൾ സി എന്ന് പറയുന്ന ലാംഗ്വേജിൽ യൂസ് ചെയ്യുന്ന ഏതൊക്കെ ടൈപ്പ് ഡാറ്റകളാണ് യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ സി പ്രൊവൈഡ്സ് വേരിയസ് ഡാറ്റ ടൈപ്സ് ടു മേക്ക് ഇറ്റ് ഈസി ഫോർ എ പ്രോഗ്രാമർ ടു സെലക്ട് എ സ്യൂട്ടബിൾ ഡാറ്റ ടൈപ്പ് ആസ് പെർ ദ റിക്വയർമെന്റ്സ് ഓഫ് ആൻ ആപ്ലിക്കേഷൻ. അപ്പോൾ നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ചിട്ട് ഒരു ആപ്ലിക്കേഷനിൽ നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ചിട്ട് എന്തൊക്കെ വേർഡുകൾ വേണം, എന്തൊക്കെ ഡാറ്റ ടൈപ്സ് വേണം അല്ലേ, അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വൺ ആണ് പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സ്, ദാറ്റ് ഇസ് ബേസിക് ഡാറ്റ ടൈപ്സ്. ഇതിനെ ബേസിക് ഡാറ്റ ടൈപ്സ് എന്ന് കൂടെ പറയും. സെക്കൻഡ് വൺ ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്സ്. തേർഡ് വൺ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സ്. പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സ് ഏതൊക്കെയാണ്? പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പ് അല്ലെങ്കിൽ ബേസിക് ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ് അല്ലേ? There are 5 basic types in C. Character, Boolean, integer, floating point and double precision floating point. ഇതെല്ലാമാണ് എന്ത്? ബേസിക് ഡാറ്റ ടൈപ്പ്. അപ്പോൾ ഈ ബേസിക് ഡാറ്റ ടൈപ്പിന് യൂസ് ചെയ്യുന്ന കീവേഡുകൾ, ഇപ്പൊ ക്യാരക്ടറിന് എന്താണ്? CHAR. ക്യാരക്ടറിന് യൂസ് ചെയ്യുന്നത് char അല്ലേ. ബൂലിയന് യൂസ് ചെയ്യുന്ന കീവേഡ് ബൂൾ. ഇൻറ്റിജർ എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ് ഉണ്ട്. ഇൻറ്റിജർ ഡാറ്റ ടൈപ്പിന് യൂസ് ചെയ്യുന്നത് ഇൻറ്റ് അല്ലെ. ഫ്ലോട്ടിംഗ് പോയിന്റ് ഡാറ്റ ടൈപ്പിന് യൂസ് ചെയ്യുന്നത് ഫ്ലോട്ട്. അതിന്റെ ഡബിൾ പ്രിസിഷൻ ഫ്ലോട്ടിംഗ് പോയിന്റ് യൂസ് ചെയ്യുന്നത് ഡബിൾ. ആർ യൂസ്ഡ് ടു റെപ്രസെന്റ് ദീസ് 5 ബേസിക് ഡാറ്റ ടൈപ്സ്. അപ്പൊ ഇങ്ങനെ 5 കീവേഡുകളാണ് ഈ ബേസിക് ഡാറ്റ ടൈപ്സിന് യൂസ് ചെയ്യുന്നത്. പിന്നെ വാല്യൂലെസ് ആയിട്ടുള്ള ഡാറ്റ ടൈപ്പ്, വാല്യൂലെസ് ആയിട്ടുള്ള ഒരു ഡാറ്റ ടൈപ്പ്, അതിനെയാണ് വോയിഡ് എന്ന് പറയുക. VOID, വോയിഡ് എന്ന് പറയും. പിന്നെ ഒരു ഡാറ്റ ടൈപ്പ് എന്യൂമറേഷൻ ഡാറ്റ ടൈപ്പ് ഉണ്ട്, ദാറ്റ് ഈസ് ഈനം. ദിസ് ഈസ് ഡിറൈവ്ഡ് വൺ, ഈനം. ഓക്കെ, ഈനം എന്ന് പറയുന്നത് ഒരു ഡാറ്റ ടൈപ്പാണ്. അതെന്താന്ന് കുറേ നമുക്ക് പഠിക്കാം ഇവിടെ. ഇനി മുമ്പ് നമ്മൾ പഠിച്ച 5 ബേസിക് ആയിട്ടുള്ള 5 ഡാറ്റ ടൈപ്പ് അത് എന്തൊക്കെയാണ് എന്ന് നോക്കാം. char, char, used to hold ASCII characters like a, small b and symbols അല്ലെങ്കിൽ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്. ഇതെല്ലാം കൂടെയാണ് നമ്മൾ ക്യാരക്ടർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താ, എങ്ങനെ ആയിരിക്കണം? ഇതെല്ലാം സിംഗിൾ കോട്ട്സിലായിരിക്കണം. എ സിംഗിൾ കോട്ട്സിലാണ്, ബി സ്മോൾ ബി സിംഗിൾ കോട്ട്സിലാണ്. ഇവിടെ സ്പെഷ്യൽ ക്യാരക്ടർ ആയിട്ടുള്ള ആസ്ട്രിക്സ് എന്ന് നമ്മൾ മൾട്ടിപ്ലിക്കേഷന് യൂസ് ചെയ്യുന്നതാണ്. ആസ്ട്രിക്സ് എന്ന് പറയും. ഈ ആസ്ട്രിക്സ് ഉണ്ടല്ലേ, സിംഗിൾ കോട്ട്സിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അത് ക്യാരക്ടർ. ഇനി ബൂൾ എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ഹോൾഡ് ഓൺലി 2 ടൈപ്സ് ഓഫ് വാല്യൂസ്, ട്രൂ ഓർ ഫാൾസ്. ട്രൂ എന്ന് പറഞ്ഞാൽ നോൺ സീറോയും ഫാൾസ് എന്ന് പറഞ്ഞാൽ 0. ഓക്കെ, അപ്പോൾ ബൂൾ എന്ന് പറയുന്നതിന് 2 വാല്യൂസേ ഉള്ളൂ, ഒന്ന് ട്രൂവും ഒന്ന് ഫാൾസും.
Int can hold integer quantities that do not contain a decimal point. Integer quantities are that do not contain a decimal point. ഇപ്പോൾ ഡെസിമൽ വാല്യൂ അല്ലാത്തത് യൂസ് ചെയ്യുന്നതിനാണ് int can hold quantities that do not contain a decimal point. Next one, float, used to store numbers with a fractional component. അപ്പോൾ ഡെസിമൽ പോയിന്റ് ഇല്ലാണ്ട് നമ്മൾ ഡെസിമൽ പോയിന്റോട് കൂടിയിട്ട് ഫ്ലോട്ട് store numbers with a fractional component. ഇപ്പോൾ 10.5 3.14 ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഫ്ലോട്ടിംഗ് പോയിന്റ് ആയിട്ടുള്ള ഫ്ലോട്ട് കീവേഡ്സ് യൂസ് ചെയ്യാം. ഇന്റ് എന്ന് പറയുമ്പോൾ 5 10 1000 5000 സംതിങ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഇന്റിജർ എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ് ആയിട്ട് അതിനെ യൂസ് ചെയ്യും. ഇനി ഡബിൾ എന്ന് പറയുമ്പോൾ സെർവ് ദ സെയിം പർപ്പസ് ഓഫ് എ ഫ്ലോട്ട്. ഫ്ലോട്ടിന്റെ അതേ purpose ആണ്, but there is considerably a difference in the magnitude and precision of numbers they can hold. അപ്പോൾ ഇതിന്റെ മാൻഡിസബർട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ മാഗ്നിറ്റ്യൂഡ്സ് ആൻഡ് precision of numbers that they can hold അതിനാണ് ഡബിൾ യൂസ് ചെയ്യുന്നത്. void used along with the functions which do not return any values to the function call. Used along with the functions which do not return any values to the function call. അതായത് റിട്ടേൺ വാല്യൂസ് ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് void എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യാം ഫംഗ്ഷനെ കോൾ ചെയ്യാം. ഫംഗ്ഷൻ കോളിലിട്ട് വാല്യൂ റിട്ടേൺ ചെയ്യപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് void യൂസ് ചെയ്യാം. പിന്നീട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് enum എന്ന് പറയുന്ന ഒരു ഡാറ്റ ടൈപ്പ്. ദാറ്റ് ഈസ് എ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് വിച്ച് സ്പെസിഫൈസ് ഓൾ ദ ലീഗൽ വാല്യൂസ് ദാറ്റ് എ വേരിയബിൾ ഓഫ് ദാറ്റ് ടൈപ്പ് മേ ഹാവ്. ഓൾ ദ ലീഗൽ വാല്യൂസ്, ഇതിനകത്ത് ഏതൊക്കെ വാല്യൂസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള വാല്യൂസ് enum എന്ന് പറയുന്ന യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പിന്റെ കാറ്റഗറിയിൽ പെടും. ഓക്കെ, ശരി. ഇനി ഓരോ ഡാറ്റ ടൈപ്പും അതിന്റെ സൈസും അതിന്റെ റേഞ്ചുമാണ് ഈ ടേബിളിൽ കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ ക്യാർ എന്ന് പറയുന്നത് 1 ബൈറ്റ് ആണ്, സൈസ് ഇൻ ബൈറ്റ്സ്. ക്യാർ എന്ന് പറയുന്ന 1 ബൈറ്റ് ആണ്, -128 to 127. അൺസൈഡ് ക്യാരക്ടർ എന്ന് പറയുന്നത് 1 ബൈറ്റ് തന്നെയാണ്, 0 to 255 റേഞ്ച്. ഇന്റ് 2 ബൈറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്, അതിന്റെ സൈസ് -32768 to 32767. അൺസൈഡ് ഇന്റിന്റെയും 2 ബൈറ്റ്സ് ആണ് മാക്സിമം സൈസ്, അത് 0 to 65535 അത്രയും കപ്പാസിറ്റി അതിനുണ്ടാവും. ഷോർട്ട് ഇൻറ്റ് ഓർ അൺസൈൻഡ് ഷോർട്ട് ഇൻറ്റ് 2 ബൈറ്റ്സ് തന്നെയാണ്, 0 to 255. സൈൻഡ് ഷോർട്ട് ഇൻറ്റ് എന്ന് പറയുന്നത് 2 ബൈറ്റ്സ് തന്നെയാണ്, -128 to 127. ലോങ് ഇൻറ്റ് ഓർ സൈൻഡ് ലോങ് ഇൻറ്റ് എന്ന് പറയുന്നത് 4 ബൈറ്റ്സ് ആണ്, അത് -2147483648 to 2147483647 അത്രയും കപ്പാസിറ്റി അതിന് ഉണ്ടാവും അല്ലേ. അങ്ങനെ ഓരോ. ഇനി ഇപ്പൊ നോക്കിയ അടുത്തത് ഫ്ലോട്ട് 4 ബൈറ്റ്സ് ആണ്, ഡബിൾ 8 ബൈറ്റ്സ് ആണ്, ലോങ് ഡബിൾ 12 ബൈറ്റ്സ് ആണ് അല്ലേ. അപ്പൊ മുമ്പ് നമ്മൾ ഡബിളിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മൾട്ടിസാർട്ടും മാഗ്നിറ്റ്യൂഡും അതിന്റെ ഒക്കെ കാണും എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അത് ഇതിനകത്ത് നോക്കിയാൽ നമുക്ക് അറിയാൻ കഴിയും. ഇനി ഇത് വെച്ചിട്ട് ടൈപ്പ് ഡിക്ലറേഷൻ ഓഫ് എ വേരിയബിൾ, ഒരു വേരിയബിളിന്റെ ടൈപ്പ് എങ്ങനെ ഡിക്ലെയർ ചെയ്യപ്പെടുന്നു എന്നുള്ളത്. അപ്പൊ നമ്മൾ തൊട്ട് മുമ്പ് വേരിയബിൾ നെയിംസ് പഠിച്ചു, വേരിയബിൾസ് എന്താണെന്ന് പഠിച്ചു, ഐഡന്റിഫയേഴ്സ് എന്താണെന്ന് പഠിച്ചു. ഇനി അതൊക്കെ യൂസ് ചെയ്തിട്ട് ടൈപ്സ്, ഡാറ്റ ടൈപ്സ് എല്ലാം പഠിച്ചിട്ടുണ്ട്. ഇനി അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതെങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ടൈപ്പ് ഡിക്ലറേഷനകത്ത് ജസ്റ്റ് ആ ടൈപ്പ് മാത്രം പറഞ്ഞുതരാം. ഇത് ചെറിയൊരു പ്രോഗ്രാമാണ് സിയുടെ. അപ്പോൾ സിയുടെ പ്രോഗ്രാമിനകത്ത് എങ്ങനെ ഡാറ്റ ടൈപ്സും വേരിയബിൾസും യൂസ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരുന്നതാണ് ഈ പ്രോഗ്രാം. അപ്പോൾ ഇവിടെ ഇൻറ്റ് മെയിൻ എന്ന് പറയുന്നത് ഒരു മെയിൻ ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷൻ കഴിയുമ്പോൾ നമ്മൾ അത് ഫംഗ്ഷനകത്ത് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നു അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓപ്പണിംഗ് ബ്രാക്കറ്റ് യൂസ് ചെയ്യുന്നു, അതിന് ഒരു ക്ലോസിംഗ് ബ്രാക്കറ്റും യൂസ് ചെയ്യണം. അപ്പോൾ ഇത് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ബ്രാക്കറ്റിന്റെ ഇടയിൽ എഴുതി കൊടുക്കുന്ന
യൂസർ ഡിഫൈൻഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിൻ്റെ പ്രോഗ്രാമായിട്ട് വരുന്നത്. അപ്പോൾ അത് ആ ലാംഗ്വേജിൽ എങ്ങനെയാണോ അതിൻ്റെ റൂൾസ്, അതിൻ്റെ സിൻടാക്സുകൾ അതനുസരിച്ചിട്ട് നമ്മൾ അത് എഴുതി കൊടുക്കുക. ലോജിക് അപ്ലൈ ചെയ്തിട്ട് പ്രോഗ്രാം എന്താണെന്ന് വെച്ചാൽ എഴുതുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഇൻറ്റ് എക്സ്, ഇൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഡാറ്റ ടൈപ്പാണ്. എക്സ് എന്ന് പറയുന്നത് വേരിയബിൾ ആണ്. വൈ എന്ന് പറയുന്നത് ഒരു വേരിയബിൾ ആണ്. അപ്പോൾ ഈ ഒരേ ടൈപ്പിലുള്ള വേരിയബിൾസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോമ ഇട്ട് വേർതിരിക്കാൻ പറ്റും അല്ലേ? അല്ലെങ്കിൽ ഓരോന്നോരോന്നായിട്ട് എഴുതണം. ഇൻഡെക്സ്, ഇൻറ്റു വൈ, ഇങ്ങനെ താഴെ താഴെ എഴുതണം. അതിൽ നല്ലത് നമുക്ക് സെപ്പറേഷൻ, ഒരു കോമ ഇട്ടിട്ട് സെപ്പറേഷൻ ക്യാരക്ടേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ പറ്റും. ഫ്ലോട്ട് സാലറി ഈസ് ഈക്വൽ ടു 13.48. ക്യാരക്ടർ ലെറ്റർ ഈസ് ഈക്വൽ ടു കെ. അപ്പോൾ ഇവിടെ ഇൻറ്റിജറായിട്ട് എക്സിനെ വൈനെ എടുത്തു, അത് ഇൻറ്റിജറാണ്. അപ്പോൾ അതിന് വാല്യൂ കൊടുത്തുകൊണ്ടോ എക്സ് ഇസ് ഈക്വൽ ടു 25, വൈ ഇസ് ഈക്വൽ ടു 34 കൊടുത്താണ്. അതേസമയത്ത് ഫ്ലോട്ട് സാലറി എന്ന് പറഞ്ഞ ഒരു വേരിയബിളാണ് ഫ്ലോട്ടായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. ഡാറ്റ ടൈപ്പ്, ഫ്ലോട്ടിൻ ഡാറ്റ ടൈപ്പായിട്ട് എടുത്തിരിക്കുന്നത്. അതിൻ്റെ വാല്യൂ ഉണ്ടല്ലോ 13.48. നമ്മൾ ഡാറ്റ ടൈപ്പ് പഠിച്ചപ്പോൾ പറഞ്ഞതാണ്, സാധാരണയുള്ള നമ്പേഴ്സിനാണ് ഇൻറ്റിജർ യൂസ് ചെയ്യുക വിത്തൗട്ട് ഡെസിമൽ പാർട്ട്, അതായത് അതിന് ഡെസിമൽ പാർട്ട് ഉണ്ടാവില്ല. സാലറി എന്ന് പറയുന്ന വിത്ത് ഡെസിമൽ പാർട്ടോട് കൂടിയിട്ടുള്ള ഒരു ഡാറ്റ ടൈപ്പ് ആയിട്ടാണ് നമ്മൾ അതിനെ സെറ്റ് ചെയ്തത്. അതുകൊണ്ട് അതിനെ ഫ്ലോട്ട് എന്ന് നമ്മൾ കൊടുത്തു. ക്യാരക്ടർ ഉണ്ടല്ലോ, ക്യാരക്ടർ എന്ന് പറയുന്നത് ഏതാണ്? ഇവിടെ ലെറ്റർ എന്ന് പറയുന്ന ഒരു വേരിയബിളിലേക്ക് കെ എന്ന് പറയുന്ന ക്യാരക്ടറിനെയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ക്യാരക്ടർ ആയതുകൊണ്ട് കണ്ടില്ലേ സിംഗിൾ കോട്ട്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 25 വിത്തൗട്ട് എ ഡെസിമൽ പാർട്ട്, വൈ ഈസ് ഈക്വൽ ടു 34 വിത്തൗട്ട് എ ഡെസിമൽ പാർട്ട്. ദാറ്റ് ഈസ് ഇൻറ്റിജർ വാല്യൂസ്. ഓക്കെ, ഇനി ഈ എക്സും വൈയും കൂടെ ആഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്തിരിക്കുന്നത്. ഇൻറ്റ് ഇസഡ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ. ഇൻറ്റ് ഇസഡ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനെ പ്രിന്റ് ചെയ്യണം. പ്രിന്റ് ഓഫ് ഇസഡ്, ഇസഡിന്റെ വാല്യൂ പ്രിന്റ് ചെയ്യുന്നു. പ്രിന്റ് ഓഫ് സാലറി, സാലറിയുടെ വാല്യൂ എത്രയാണോ അത് പ്രിന്റ് ചെയ്യുന്നു. പ്രിന്റ് ഓഫ് ലെറ്റർ, ലെറ്ററിന്റെ വാല്യൂ ഏതാണോ അത് പ്രിന്റ് ചെയ്യുന്നു. റിട്ടേൺ 0. ഓക്കെ, പ്രോഗ്രാം ക്ലോസ് ചെയ്തു. ഇപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ക്ലോസ് ചെയ്തിരിക്കണം. അപ്പോൾ ഓപ്പൺ ചെയ്ത് ഓപ്പണിങ്ങും ക്ലോസിങ്ങും ബ്രേസിന്റെ ഇടയിൽ നമ്മൾ എഴുതി കൊടുക്കുന്നതാണ് പ്രോഗ്രാം. അത് മെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷനിലാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ ആ ഫംഗ്ഷനാണ് എക്സിക്യൂട്ടബിൾ പാർട്ട്. ആ ഫംഗ്ഷൻ മാത്രമാണ് എന്ത് ചെയ്യുന്നത്? റൺ ചെയ്യപ്പെടുന്നത്. ഇനി ഇത് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ, റൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് കിട്ടും. ഔട്ട്പുട്ടിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഫസ്റ്റിലെ പറഞ്ഞിരിക്കുന്ന ഇസഡിന്റെ വാല്യൂ പ്രിന്റ് ചെയ്യാനാണ് അല്ലെ, പ്രിന്റ് ഓഫ് ഇസഡ്. അപ്പൊ ഇതിനകത്ത് ഇസഡിന്റെ വാല്യൂ എവിടെയാണുള്ളത്? ഇവിടെയാണുള്ളത്. ഇസഡ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ. ഇസഡ് ഏതാണ്? എക്സ് പ്ലസ് വൈ. അപ്പൊ എക്സ് എത്രയാണ്? 25. വൈ എത്രയാണ്? 34. അപ്പോൾ ഇത് ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന എത്ര? 59. അപ്പൊ ആ വാല്യൂ പ്രിന്റ് ചെയ്യാനാണ് ആദ്യം പറഞ്ഞത്. അതുകൊണ്ട് ആ വാല്യൂ പ്രിന്റ് ചെയ്തോ. രണ്ടാമത് പ്രിന്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? പ്രിന്റ് ഓഫ് സാലറി. സാലറി എന്ന് പറയുന്ന വേരിയബിള് വാല്യൂ ഏതാണോ ആ വാല്യൂ പ്രിന്റ് ചെയ്യുക അല്ലേ. ഇവിടെ നമ്മൾ വാല്യൂ എത്രയാണ് കൊടുത്തത്? 13.48. അപ്പൊ ആ വാല്യൂ ഇവിടെ പ്രിന്റ് ചെയ്തു. 13.480000. അപ്പൊ 48 കഴിഞ്ഞിട്ട് പിന്നെ 0 വന്നിരിക്കുന്നുണ്ടോ? ഇത് ഫ്ലോട്ടിംഗ് പോയിന്റ് ആണ്, ഫ്രാക്ഷൻ പാർട്ട് വരും. അപ്പോൾ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് 6 ഡിജിറ്റോളം നമുക്ക് ഡിഫോൾട്ടായിട്ട് വരും. അപ്പോൾ എന്താണ്? ഇപ്പം 13 ഫ്ലോട്ട് 13 മാത്രമാണ് കൊടുത്തിരുന്നതെങ്കിലും നമുക്ക് ആൻസർ കിട്ടുന്നത് എങ്ങനെ വരും? 13.00000. അതായത് 60 വരും. ഓക്കെ, ശരി. അടുത്ത പ്രിന്റ് ഓഫ് ലെറ്റർ. ലെറ്റർ എന്ന് പറയുന്ന വേരിയബിളിലെ വാല്യൂ ഏതാണോ അത് പ്രിന്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ലെറ്ററിലെ എന്ന് പറയുന്ന വേരിയബിളിന്റെ വാല്യൂ കെ ആയിട്ടാണ് നമ്മൾ എടുത്തത്. അതുകൊണ്ട് ഇവിടെ കെ പ്രിന്റ് ചെയ്തു. ഓക്കെ, ശരി. Next, we can declare multiple variables with the same data type on a single line by separating them with a comma. അപ്പോൾ മൾട്ടിപ്പിൾ വേരിയബിൾസിനെ നമുക്ക് ഒറ്റ ലൈനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിക്ലെയർ ചെയ്യാൻ പറ്റും.
അപ്പം അങ്ങനെ ഡിക്ലെയർ ചെയ്യുമ്പോൾ അതെന്ത് ചെയ്യണം? സെപ്പറേറ്റിംഗ് ദം വിത്ത് എ കോമ. ഒരു കോമ യൂസ് ചെയ്തതിനെ സെപ്പറേറ്റ് ചെയ്യണം. ഇപ്പം ഇതിനകത്ത് പ്രിന്റ്എഫിനകത്ത് നമ്മൾ പല കാര്യങ്ങൾ യൂസ് ചെയ്തു ഈ പ്രോഗ്രാമിൽ, അല്ലേ? അപ്പം അതെന്താണെന്ന് ഞാൻ മുമ്പ് പറഞ്ഞില്ല. കാര്യം എന്താ, അത് കൺഫ്യൂഷൻ ആവണ്ട എന്ന് കരുതിയിട്ടാണ് പറയുന്നത്. ഇപ്പം പ്രിന്റ്എഫിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന അതാണ്ട് ഇവിടെ ഒരു %d ഉണ്ട്, ഇവിടെ ഒരു %f ഉണ്ട്, ഇവിടെ ഒരു %c ഉണ്ട്. ഇതൊക്കെ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇതിനെല്ലാം പൊതുവെ പറയുന്ന പേരാണ് ഫോർമാറ്റ് സ്പെസിഫയേഴ്സ്. അപ്പൊ %f-ന് %c-ക്കും %d-ക്കും പൊതുവെ പറയുന്ന പേരാണ് ഫോർമാറ്റ് സ്പെസിഫയേഴ്സ്. ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത്? അപ്പൊ ഇവിടെ നമുക്ക് വേണ്ടുന്നത് z എന്ന് പറയുന്ന വാല്യൂ, അല്ലെ? z എന്ന് പറയുന്ന വേരിയബിളിൽ ഇരിക്കുന്ന വാല്യൂ ഏതാണോ അതാണ് നമുക്ക് വേണ്ടുന്നത്. ആ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? x+y-യുടെ റിസൾട്ട് ആണ്. അപ്പൊ ആ റിസൾട്ട് എത്രയാണോ അതാണ് വേണ്ടുന്നത്. അത് ഏത് ടൈപ്പാണ്? ഇൻറ്റിജർ ഡാറ്റ ടൈപ്പ്, അല്ലെ? അപ്പൊ ആ ഇൻറ്റിജർ ഡാറ്റ ടൈപ്പിന്റെ ഫോർമാറ്റ് സ്പെസിഫയർ എന്ന് പറയുന്നത് ഏതാണ്? %d. ഇൻറ്റിജർ എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പിന്റെ ഫോർമാറ്റ് സ്പെസിഫയർ %d ആണ്. അപ്പൊ നമ്മൾ ആ വാല്യൂ, ഇൻറ്റിജർ വാല്യൂ മാത്രം എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? printf %d /n \n, എന്നിട്ട് എന്ത് ചെയ്യാം? കോമ ക്ലോസ് ചെയ്യുക, സോറി, ഇൻവെർട്ടഡ് കോമ. അല്ലേ? ഓക്കെ. അപ്പൊ printf %d /n അതുകൊണ്ട് കോഡ്സ്, അല്ലേ? ബിഗിനിങ് ആൻഡ് ക്ലോസിങ് കോഡ്സ്. അത് കഴിഞ്ഞ് സെപ്പറേഷൻ കോമ യൂസ് ചെയ്യണം. ദെൻ എവിടെയാണോ വാല്യൂ ഇരിക്കുന്നത് ആ വേരിയബിൾ, ഇവിടെ എവിടെ ഇരിക്കുന്നത്? ഇസഡിലാണ്, അല്ലേ? ഇസഡിലല്ലേ വാല്യൂ ഇരിക്കുന്നത്? എക്സും വൈയും കൂടെ ആഡ് ചെയ്തിട്ട് ഇസഡിലേക്ക് സ്റ്റോർ ചെയ്യപ്പെടുകയാണ് ചെയ്തത്. അപ്പൊ ആ ഇസഡിലെ വാല്യൂ വേണം എന്ത് ചെയ്യാൻ? പ്രിന്റ് ചെയ്യാൻ. ഓക്കെ. അതുപോലെ തന്നെ അടുത്തത് ഫ്ലോട്ട് സാലറി എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സാലറിയുടെ വാല്യൂ നമുക്ക് പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രിന്റ് ഫ്ലോട്ടിംഗ് പോയിന്റിന്റെ ഫോർമാറ്റ് സ്പെസിഫയർ എന്ന് പറയുന്നത് എന്താണ്? %f, അല്ലേ? ഔട്ട്പുട്ട് ഫംഗ്ഷൻ ഫ്ലോട്ട് %f ആണ് എന്ത് ചെയ്യാൻ? ഫോർമാറ്റ് സ്പെസിഫയർ ആയിട്ട്. എന്തിന്റെയാണ്? ഫ്ലോട്ടിംഗ് പോയിന്റിന്റെ ഫോർമാറ്റ് സ്പെസിഫയർ എന്ന് പറയുന്നത് %f ആണ്. അടുത്തത് %c എന്ന് പറയുന്നത് എന്തിന്റെയാണ്? ക്യാരക്ടർ എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പിന്റെ ഫോർമാറ്റ് സ്പെസിഫയർ ആണ് %c. ഓക്കെ. അപ്പൊ ഈ ലെറ്റർ എന്ന് പറയുന്ന വേരിയബിളിൽ ഇരിക്കുന്ന ഡാറ്റ ടൈപ്പ് ഏതാ? %c, ദാറ്റ് ഈസ് ക്യാരക്ടർ. സാലറി എന്ന് പറയുന്ന വേരിയബിളിൽ ഇരിക്കുന്ന ഡാറ്റ ടൈപ്പ് %f, ദാറ്റ് ഈസ് ഫ്ലോട്ടിംഗ് പോയിന്റ്, അല്ലെ? z എന്ന് പറയുന്നതിനകത്ത് %d. ഇതെല്ലാം എന്താണ്? ഫോർമാറ്റ് സ്പെസിഫയർ ആണ്. ഏതൊക്കെ ഫോർമാറ്റ് ആണെന്ന് സ്പെസിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, ഏതൊക്കെ ഡാറ്റ ടൈപ്പ് ആണെന്ന് സ്പെസിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഫോർമാറ്റ് സ്പെസിഫയേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ശരി. ഇനി കോൺസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇന്റിജർ കോൺസ്റ്റന്റ് ഈസ് നത്തിങ് ബട്ട് എ വാല്യൂ കൺസിസ്റ്റിംഗ് ഡിജിറ്റ്സ് ഓർ എ നമ്പർ. ദീസ് വാല്യൂസ് നെവർ ചേഞ്ച്, അല്ലേ? വാല്യൂസ് നെവർ ചേഞ്ച് ഡ്യൂറിംഗ് ദ എക്സിക്യൂഷൻ ഓഫ് എ പ്രോഗ്രാം. Values never change during the execution of the program. That is constant. Integer constant can be octal, decimal and hexadecimal. So integer constants തന്നെ നമുക്ക് octal, decimal and hexadecimal എല്ലാം constant ആയിട്ട് യൂസ് ചെയ്യാം. But decimal constant contains digits 0 to 9, such as example 111, 111, 1234, 1000, 5000. അതെല്ലാം എന്താണ്? ഡെസിമൽ കോൺസ്റ്റന്റ് ആണ്. Octal constants എന്ന് പറയുമ്പോൾ എന്താണ്? ഡിജിറ്റ്സ് ഫ്രം 0 to 7. Octal numbers എന്ന് പറഞ്ഞാൽ 0 to 7 ആണ്, അല്ലേ? And these types of constants are always preceded by 0. അപ്പൊ ഇതിന്റെ ഫ്രണ്ടിൽ എപ്പോഴും എന്ത് ചെയ്യും? preceded by 0 ഉണ്ട്. അപ്പൊ 0, 1, 2, 0, 6, 5. That means this is an octal number. Okay. About the
Above are the where decimal constants. അതെല്ലാം decimal constantകളാണ്. Next one the hexadecimal constant ആണ്. Digit from 0 to 9. അല്ലേ? It contains hexadecimal എന്ന് പറയുന്ന number system contains a digit from 0 to 9 as well as characters from 8 to f. അതായത് 0 to 9 സാധാരണ നമ്മളുടെ ഡെസിമൽ നമ്പേഴ്സ് പോലെയും അത് കഴിഞ്ഞുള്ള നമ്പേഴ്സ് എ തൊട്ട് എഫ് വരെയും അറിയപ്പെടും. അല്ലേ? Hexadecimal constants are always preceded by OX and OX2, OXBCD. അപ്പോൾ ഇതെല്ലാം എന്താണ്? ഹെക്സാഡെസിമൽ കോൺസ്റ്റന്റുകളാണ്. ക്യാരക്ടർ കോൺസ്റ്റന്റ് മുമ്പ് നമ്മൾ ക്യാരക്ടേഴ്സിനെ പറ്റി പഠിച്ചു അല്ലേ? ഉണ്ടോ? സിംഗിൾ ക്യാരക്ടർ എൻക്ലോസ്ഡ് വിത്തിൻ എ സിംഗിൾ കോട്ട്. അപ്പൊ സിംഗിൾ കോട്ട്സ് യൂസ് ചെയ്ത് എഴുതുന്നതാണ് സിംഗിൾ ക്യാരക്ടേഴ്സ്. ഉണ്ടല്ലോ നയൻ എഴുതി അപ്പുറത്തും ഇപ്പുറത്തും ഓരോ കോട്ട്സും കൂടെ ഇടുകയാണ് എന്നുണ്ടെങ്കിൽ സിംഗിൾ കോട്ട്സിന് ഉള്ളിലാണ് നയൻ എഴുതുന്നതെങ്കിൽ അതും ഒരു ക്യാരക്ടറാണ്. String constant. String contains a sequence of characters enclosed within double quotes. അപ്പോൾ ഒരു ഡബിൾ കോട്ട്സിനുള്ളിൽ എഴുതപ്പെടുന്നതെല്ലാം സ്ട്രിങ് എന്നാണ് അറിയപ്പെടുന്നത്. ഡബിൾ കോട്ട്സിനുള്ളിൽ ഇൻ സി ആണ്. ഇൻ സിയിൽ ഡബിൾ കോട്ട്സിനുള്ളിൽ എഴുതപ്പെടുന്ന എല്ലാം സ്ട്രിങ് ക്യാരക്ടേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ആ സ്ട്രിങ് കണ്ടോ, ഹലോ ഡബിൾ കോട്ട്സിനുള്ളിലാണ്. സ്ട്രിങ് പ്രോഗ്രാമിംഗ് അതും ഡബിൾ കോട്ട്സിനുള്ളിലാണ്. അപ്പോൾ അതും സ്ട്രിങ് ആണ്. These are the examples of valid string constants. അപ്പോൾ ഇനി നമുക്ക് പല തരത്തിലുള്ള റിയൽ കോൺസ്റ്റന്റ് കണ്ടെയ്ൻസ് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ റിയൽ വാല്യൂസിന് സാധാരണ ഫ്ലോട്ടിംഗ് വാല്യൂസ് അല്ലേ, അതിനെയാണ് റിയൽ വാല്യൂസ് എന്ന് പറയുന്നത്. റിയൽ കോൺസ്റ്റന്റ് contains a decimal point and a fractional value. അപ്പോൾ ഇതിന് ഓൾസോ കളുന്നുണ്ട്. റിയൽ കോൺസ്റ്റന്റ്സ് ആർ ഓൾസോ കണ്ട് ഫ്ലോട്ടിംഗ് പോയിന്റ് കോൺസ്റ്റന്റ്സ്. അപ്പോൾ റിയൽ കോൺസ്റ്റന്റ്സിനെയാണ് ഫ്ലോട്ടിംഗ് പോയിന്റ് കോൺസ്റ്റന്റ്സ് എന്ന് പറയുന്നത്. ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഓൾസോ പ്രൊവൈഡ്സ് റിയൽ കോൺസ്റ്റന്റ്സ് ദാറ്റ് കണ്ടെയ്ൻ എ ഡെസിമൽ പോയിന്റ് ഓർ എ ഫ്രാക്ഷൻ വാല്യൂ. അപ്പോൾ റിയൽ കോൺസ്റ്റന്റ്സിനകത്ത് എന്തൊക്കെയുള്ളത്? ഒരു ഡെസിമൽ പോയിന്റും ഒരു ഫ്രാക്ഷൻ വാല്യൂ ഉണ്ടാവും. അതുപോലെ ഇതിന് ഫ്ലോട്ടിംഗ് പോയിന്റ് കോൺസ്റ്റന്റ് എന്നും പറയും. ഇറ്റ് കണ്ടെയ്ൻസ് എ ഡെസിമൽ പോയിന്റ് ആൻഡ് എ ഫ്രാക്ഷണൽ വാല്യൂ. ഒരു ഡെസിമൽ പോയിന്റ് ഫ്രാക്ഷണൽ വാല്യൂ ഉണ്ടായിരിക്കും. എക്സാമ്പിൾ 202.15, 300.00, 3.14 സംതിങ് അല്ലേ? അപ്പോൾ ഇതെല്ലാം ഉണ്ടാകും. ഇറ്റ് ക്യാൻ ഓൾസോ ബി റിട്ടൺ ആസ് മാൻറ്റിസ ഈ പാർട്ട്. മാൻറ്റിസ ഈ എക്സ്പോണന്റ്. ഈ എക്സ്പോണന്റ് ആയിട്ട് നമുക്ക് ഇതിനെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇവിടെ മുമ്പ് പറഞ്ഞു 3.14 എന്ന് ഞാൻ മുമ്പ് പറഞ്ഞു അല്ലേ? ഇതൊരു ക്ലാസ് സർക്കിൾ കോൺസ്റ്റന്റ് ആണ് പൈ അല്ലേ? സർക്കിളിന്റെ ഒരു കോൺസ്റ്റന്റ് ആണ്. ദാറ്റ് ഈസ് 3.14 പൈ എന്ന് പറയും. there are two ways to declare this constant. നമുക്ക് ഇതിനെ രണ്ട് രീതികളിൽ നമുക്ക് യൂസ് ചെയ്യാം ഡിക്ലെയർ ചെയ്യാം. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ബൈ യൂസിങ് ദ കോൺസ്റ്റ് കീവേഡ്. അപ്പോൾ നമ്മൾ കോൺസ്റ്റന്റ് ആണെന്ന് അറിയാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? കോൺസ്റ്റ് എന്ന് പറയുന്ന കീവേഡ് CONST കോൺസ്റ്റ് എന്ന കീവേഡ് യൂസ് ചെയ്യും അല്ലേ? വിച്ച് വിൽ റിസർവ് എ സ്റ്റോറേജ് മെമ്മറി. അപ്പോൾ ഇത് എന്ത് ചെയ്യും? ഇൻ എ വേരിയബിൾ ഡിക്ലറേഷൻ വിച്ച് വിൽ റിസർവ് എ സ്റ്റോറേജ് മെമ്മറി. അവിടെ ഒരു സ്റ്റോറേജ് മെമ്മറി ക്രിയേറ്റ് ചെയ്യപ്പെടും അല്ലേ? അപ്പോൾ നോക്കുക എങ്ങനെയാണ്. ഒന്ന് ഹാഷ് ഇൻക്ലൂഡ് stdio.h into main const double pi is equal to 3.14. എന്നിട്ട് അതിനെ പ്രിന്റ് ചെയ്യും. പ്രിന്റ് എഫ്. അപ്പോൾ ഇവിടെ എന്താണ്? ഡബിൾ ആയതുകൊണ്ട് അത് %f എന്ന് പറയുന്ന സ്പെസിഫയർ ആണ് യൂസ് ചെയ്യുന്നത്. pi എന്ന് പറയുന്ന വേരിയബിളിലാണ് അതിന്റെ വാല്യൂ ഇരിക്കുന്നത് അല്ലേ? അപ്പോൾ py എന്ന് പറയാം. ഇനി അടുത്തത് യൂസിങ് ദ hash define preprocessor directive which doesn't use memory for storage and without putting a semicolon character at the end of that statement. അപ്പോൾ ഹാഷ് ഡിഫൈൻ എന്ന് പറയുന്ന ഹാഷ് ഡിഫൈൻ എന്ന് പറയുന്ന പ്രീ പ്രോസസർ ഡയറക്റ്റീവ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ ഡിക്ലെയർ ചെയ്യാൻ പറ്റും. ഇതിനെയാണ് ഈ കോൺസ്റ്റന്റ് വാല്യൂസ്. അപ്പോൾ ഇതിന്റെ പ്രധാനം എന്താ? ഇറ്റ് ഡസന്റ് യൂസ് മെമ്മറി ഫോർ സ്റ്റോറേജ്. നമ്മൾ ഇൻഡ് എക്സ് എന്ന് പറയുമ്പം എക്സിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഒരു മെമ്മറി അവിടെ ക്രിയേറ്റ് ആകും
സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി എക്സിന്റെ വാല്യൂ. അതുപോലെ ഇവിടെ ഹാഷ് ഡിഫൈൻ എന്ന് പറയുമ്പം എന്താണ്, ഹാഷ് ഡിഫൈൻ യൂസ് ചെയ്ത് നമ്മൾ ഡിക്ലെയർ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ എന്താ, വിച്ച് ഡസൻറ്റ് യൂസ് മെമ്മറി ഫോർ സ്റ്റോറേജ്, ഡസൻറ്റ് യൂസ് മെമ്മറി ഫോർ സ്റ്റോറേജ്. അവിടെ ഒരു മെമ്മറി ഏരിയ കാണുകയില്ല. വിതൗട്ട് പുട്ടിങ് എ സെമിക്കോളൻ അറ്റ് എൻഡ് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ്. കണ്ടോ, എക്സാമ്പിൾ നമുക്ക് ഹാഷ് ഡിഫൈൻ PI 3.14 എന്നാണ് പറയുക. അപ്പൊ സാധാരണ നമ്മളൊരു ഡിക്ലറേഷൻ ചെയ്യുമ്പം, വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യുമ്പം, ടൈപ്പ് ഡിക്ലെയർ ചെയ്യുമ്പം എന്താണ്, അത് എൻഡ് ചെയ്യുന്നത് എപ്പോഴും എങ്ങനെയായിരിക്കും, സെമിക്കോളനിലായിരിക്കും. എക്സാമ്പിൾ തൊട്ടും മുന്നോട്ട് പോയാൽ മതി. കോൺസ്റ്റ് ഡബിൾ PI = 3.14 എൻഡ് ചെയ്തിരിക്കുന്നത് സെമിക്കോളനിലാണ് അല്ലേ. ഓക്കെ, അപ്പൊ ബൈ യൂസിങ് the hash define preprocessor directive which doesn't use memory for storage and without putting a semicolon character at the end of the statement. End of the statement il semicolon idan paadilla. Hash define PI printf percentage of PI returns. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ കൺസോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ഫങ്ഷൻസ് ആണ്. ഇൻപുട്ട് ചെയ്യാനും ഔട്ട്പുട്ട് ചെയ്യുന്നതിന് യൂസ് ചെയ്യുന്ന ഫങ്ഷൻ. സിമ്പിളായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻപുട്ട് ഔട്ട്പുട്ട് ഫങ്ഷൻസ്. അപ്പോൾ ഇൻപുട്ട് എന്ന് പറയുമ്പോൾ എന്താണ്, വാല്യൂ ഇൻപുട്ട് ചെയ്യാനും, ഔട്ട്പുട്ട് എന്ന് പറയുമ്പം ആ പ്രോസസ്സിങ് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണം, ഡിസ്പ്ലേ ചെയ്ത് നമുക്ക് യൂസർക്ക് കാണാനായിട്ട് അതിനെ ഔട്ട്പുട്ട് തിരിച്ചു തരുന്നു. അതാണ് ഔട്ട്പുട്ട് ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സിമ്പിളായിട്ട് യൂസ് ചെയ്യുന്ന ഇൻപുട്ട് ഔട്ട്പുട്ട് ഫങ്ഷൻസ് എന്ന് പറയുന്നത് get char which reads a character from the keyboard. കീബോർഡിൽ നിന്ന് വാല്യൂവിനെ റീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് get char. put char എന്ന് പറയുന്ന അനദർ ഫങ്ഷൻ. അപ്പം ഗെറ്റും പുട്ടും വെച്ച് നമുക്ക് അതിനെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്തെടുക്കാൻ പറ്റും. put char ആകുമ്പോൾ എന്താ, which prints a character to the screen. സ്ക്രീനിലേക്ക് ക്യാരക്ടറിനെ പ്രിന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് put char. അപ്പോൾ get char-ഉം put char-ഉം ആകുമ്പം ഒരു ക്യാരക്ടറിനെ റിസീവ് ചെയ്യുന്നതിനും ഒരു ക്യാരക്ടറിനെ സ്ക്രീനിൽ പ്രിന്റ് ചെയ്യുന്നതിനുമാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഓക്കെ, അത് get char put char എന്ന് പറയുന്നത്. അപ്പം get char എന്ന് പറയുന്നത് ഇൻപുട്ട് ഫംഗ്ഷൻ ആണ്, put char എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ഫംഗ്ഷൻ. ഇനി get char ഫംഗ്ഷൻ വെയിറ്റ്സ് ഫോർ കീബോർഡ് ഇൻപുട്ട് ഫോളോഡ് ബൈ എ ക്യാരേജ് റിട്ടേൺ. മീൻസ് അപ്പം get char ആകുമ്പോൾ ഒരു വാല്യൂ ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞ് അടുത്ത വാല്യൂ വേണമെങ്കിൽ എന്ത് വേണം, എൻ്റർ പ്രസ് ചെയ്യണം. ദാറ്റ് ഈസ് ക്യാരേജ് റിട്ടേൺ. എൻ്റർ പ്രസ് ചെയ്യണം. ദ കീ പ്രസ്ഡ് ഈസ് ഡിസ്പ്ലേഡ് ഓൺ ദ സ്ക്രീൻ ആൾസോ. ദ കീ പ്രസ്ഡ് ഈസ് ഡിസ്പ്ലേഡ് ഓൺ ദ സ്ക്രീൻ ആൾസോ. ഈ കീ പ്രസ്, ഏതെങ്കിലും ഒരു കീ പ്രസ് ചെയ്യുമ്പോൾ എന്താണ്, സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ എല്ലാ വാല്യൂ അല്ലെങ്കിൽ ഔട്ട്പുട്ട് പ്രിന്റ് ഏതാണോ അത് ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് get char എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യാം. അപ്പൊ ഈ get char-ന് 2 വേരിയൻസ് ഉണ്ട്. സിയിൽ യൂസ് ചെയ്യുന്ന get char എന്ന് പറയുന്ന ഫംഗ്ഷന് 2 വേരിയൻസ് ഉണ്ട്. എന്തൊക്കെയാ വേരിയൻസ്? ഒന്ന് get ch എന്താണ്, need not press enter after pressing a key in the keyboard. നമുക്ക് ഇവിടെ need not press enter after pressing a key in the keyboard. അപ്പൊ എന്താണ്, നമുക്ക് അവിടെ എൻ്റർ പ്രസ് ചെയ്യേണ്ടുന്ന ആവശ്യം വരുന്നില്ല. get char char കണ്ട, മറ്റേ CHE ആയിരുന്നു. രണ്ടാമത് get char is a more useful variant which works exactly like get ch except that the character you type is not displayed on the screen. നമ്മൾ ക്യാരക്ടർ ആ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ get char എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യാം. ഇനി ഫോർമാറ്റഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഫംഗ്ഷൻസ് ഉണ്ട്. ഫോർമാറ്റഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പത്തെ പ്രോഗ്രാമിൽ കണ്ടു. ഒന്ന് printf എന്ന് പറയുന്നത് എന്താണ്, പ്രിന്റ് ചെയ്യാനാണെന്ന് ഞാൻ പറഞ്ഞു. printf, ദാറ്റ് ഈസ് ഔട്ട്പുട്ട് ഫംഗ്ഷൻ. ഇൻപുട്ട് ഫംഗ്ഷൻ scanf യൂസ് ചെയ്യുന്നത് എന്താണ്, ഒരു വാല്യൂ കീബോർഡിൽ നിന്ന് ഇൻപുട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് scanf. ആ ഇൻപുട്ട് ചെയ്യുന്നത് റീഡ് ചെയ്യും. അപ്പം നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചു അൺഫോർമാറ്റഡ് ആയിട്ടുള്ളതാണ് കുറച്ച് get char get ch അല്ലേ. put char get char
get char തന്നെ രണ്ട് ടൈപ്പ്, get ch get char. ഓക്കെ, അപ്പോൾ ഇവിടെ scanf എന്ന് പറയുന്ന ഇൻപുട്ട് ഫംഗ്ഷനാണ്. ആ ഇൻപുട്ട് ഫംഗ്ഷൻ എന്താണ്, ടു ഈസ് യൂസ്ഡ് ടു റീഡ് ദ ഇൻപുട്ട്സ്, ആ ഇൻപുട്ട് റീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. printf is used to display the output ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് printf യൂസ് ചെയ്യും. അപ്പോൾ ഈ രണ്ട് ഫംഗ്ഷൻസും printf ആൻഡ് scanf ഫംഗ്ഷൻസ് ആർ ഡിക്ലെയർഡ് ഇൻ stdio.h എന്ന് പറയുന്ന ഹെഡർ ഫയൽ. അപ്പോൾ ഈ ഹെഡർ ഫയലിനകത്താണ് printf എന്ന് പറയുന്ന കീവേഡും scanf എന്ന് പറയുന്ന കീവേഡും അതിൻ്റെ ഫംഗ്ഷൻസ് ഡിക്ലെയർ ചെയ്ത് വെച്ചിരിക്കുന്നത്. stdio.h കീവേഡ് എന്ന് പറയുന്നത് പഠിച്ചപ്പോൾ നമ്മൾ ഒരു കാര്യം പറഞ്ഞു, അതെന്താണ്, റിസർവ്ഡ് വേർഡ്സ് ആണ്. ഈ റിസർവ്ഡ് വേർഡ്സ് എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു, പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടിയിട്ട്, അല്ലേ, ഒരു പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടിയിട്ട്. അപ്പം അത് നമുക്ക് ഇവിടെ നോക്കാം. printf എന്ന് പറയുന്നത് എന്താണ്, ടു ഡിസ്പ്ലേ ദ ഔട്ട്പുട്ട്, ഒരു ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് printf യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഫംഗ്ഷൻ എവിടെ ഡിക്ലെയർ ചെയ്ത് വെച്ചിരിക്കുന്നത്, stdio.h എന്ന് പറയുന്ന ഹെഡർ ഫയലിലാണ്. അതുപോലെ തന്നെ scanf എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ടു റീഡ് ദ ഇൻപുട്ട്സ്, ഇൻപുട്ട് റീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് scanf യൂസ് ചെയ്യുന്നത്. അതും എവിടെയാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്, stdio.h എന്ന് പറയുന്ന ഹെഡർ ഫയൽ. അപ്പോൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന സിൻടാക്സ് ഇല്ല, ഓൾ സിൻടാക്സ് ഇൻ ലാംഗ്വേജ് ഇൻക്ലൂഡിംഗ് printf ആൻഡ് scanf ഫംഗ്ഷൻസ് ആർ കേസ് സെൻസിറ്റീവ്. ഇപ്പോൾ printf scanf എന്ന് പറയുന്ന ഫംഗ്ഷൻസും മറ്റെല്ലാ സിൻടാക്സ് പോലെ തന്നെ കേസ് സെൻസിറ്റീവ് ആണ്. അപ്പോൾ ഇങ്ങനെ സ്മോൾ ലെറ്റേഴ്സ് തന്നെ നമ്മൾ ഇവിടെ യൂസ് ചെയ്യണം. printf is predefined function in stdio.h header file. By using the function, we can print the data or user-defined message or console or monitor. We can print the data or user-defined message or console or monitor. ആ കൺസോളിൽ അല്ലെങ്കിൽ മോണിറ്ററിൽ എന്ത് ചെയ്യും, ഇത് പ്രിന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒന്നുകിൽ ഒരു യൂസർ ഡിഫൈൻഡ് ആയിട്ടുള്ള മെസ്സേജ് ആയിരിക്കാം, അല്ലെങ്കിൽ ഡാറ്റ ആയിരിക്കാം. വി ക്യാൻ പ്രിന്റ് ദ ഡാറ്റ ഓർ യൂസർ ഡിഫൈൻഡ് മെസ്സേജ് ഓൺ കൺസോൾ ഓർ മോണിറ്റർ. ആ മോണിറ്ററിലോ അല്ലെങ്കിൽ ആ കൺസോളിലോ അത് പ്രിന്റ് ചെയ്യും. Working with the printf, it can take any number of arguments, but first argument must be within the double quotes, and every argument should be separated with the comma. അത് ഇവിടെ സിൻടാക്സിൽ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ ക്ലിയർ ആവും. വിത്ത് ദ ഡബിൾ കോട്ട്സ്, whatever we pass, it prints same. If any format specifiers are there, then the copy of the type of value. The scientific name of monitor is called a console. Console means a monitor. Okay. Syntax നോക്കുക, printf user defined function. User defined ആയിട്ടുള്ള മെസ്സേജ് ആണ്. ആ മെസ്സേജിനകത്ത് കണ്ടില്ലേ ഡബിൾ കോട്ട്സിനുള്ളിൽ വരുന്നത് അതേപോലെ പ്രിന്റ് ചെയ്യും. printf വെൽക്കം. അപ്പോൾ നമുക്ക് ആൻസർ വെൽക്കം മാത്രം ഡിസ്പ്ലേ ചെയ്യും. നെക്സ്റ്റ് സിൻടാക്സ് എന്ന് പറയുന്നത് അതിൻ്റെ ഫോർമാറ്റ് സ്പെസിഫയേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് ഫസ്റ്റ് പാർട്ട് എന്ന് മുമ്പ് നമ്മൾ പറഞ്ഞ കാര്യമാണ്. printf ഉണ്ടല്ലോ, ഡബിൾ കോട്ട്സിനുള്ളിൽ ഫോർമാറ്റ് സ്പെസിഫയേഴ്സും പിന്നെ കോമ ഇട്ട് അതിൻ്റെ വാല്യൂസും. എക്സാമ്പിൾ നോക്കൂ, int a is equal to 5, b is equal to 15.4 അല്ലേ. ഇനി ഇതെങ്ങനെ പ്രിന്റ് ചെയ്യും, printf %d ഫോർ ഏതിനാണത്, integer data type, %f that is double data type. അപ്പോൾ ഈ ഇൻറ്റിജറിൻ്റെയും ഡബിളിൻ്റെയും സ്പെസിഫയേഴ്സ് ആണ് %d-യും %f-ഉം. അപ്പോൾ അത് രണ്ടും എന്ത് പറയുന്നത്, നമ്മൾ ആദ്യം ഡബിൾ കോട്ട്സിൽ എഴുതുന്നു, കോമ ഇടുന്നു, എന്നിട്ട് ഫസ്റ്റ് ഏതാണ് %d ഇൻറ്റിജറാണ്, അപ്പോൾ എ ദെൻ അടുത്ത ഡബിൾ എന്ന് പറയുന്നതിൻ്റെ വേരിയബിൾ ബി ആണ്. അപ്പോൾ നെക്സ്റ്റ് ഓക്കെ. അപ്പോൾ printf %d %f ഫസ്റ്റ് വേരിയബിൾ ദാറ്റ് ഈസ് എ, അതായത് ഇൻറ്റിജർ വേരിയബിൾ. സെക്കൻഡ് ഫ്ലോട്ടിംഗ് പോയിന്റ് ഓർ ഡബിൾ വേരിയബിൾ ദാറ്റ് ഈസ് ബി. ഓക്കെ. Next is scanf. Scanf is a predefined function in stdio.h header file. It can be used to read the input value from the keyboard.
സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. കീവേഡ് അല്ല, കീബോർഡാണ്. കീബോർഡ്, വാല്യൂ ഫ്രം ദ കീബോർഡ്. അപ്പോൾ സ്കാനഫും പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഫംഗ്ഷനാണ്. അത് studio.h എന്ന് പറയുന്ന ഹെഡർ ഫയൽ യൂസ് ചെയ്യുന്നു. അല്ലേ? ഇതിന്റെ സിന്റാക്സ് നോക്കുക. സ്കാനഫ് ഫോർമാറ്റ് സ്പെസിഫയേഴ്സ് കോമ വാല്യൂ 1 വാല്യൂ 2. അപ്പോൾ ഇതിന്റെ പ്രത്യേകത ആംപർസെന്റ് എന്ന് പറയുന്ന സിമ്പിൾ യൂസ് ചെയ്യുന്നുണ്ട്. ആംപർസെന്റ്. ഈ ആംപർസെന്റ് എന്ന് പറയുന്ന ഈ സിമ്പിളിന് അഡ്രസ് ഓപ്പറേറ്റർ എന്നാണ് പറയുക. അഡ്രസ് ഓപ്പറേറ്റർ. അപ്പോൾ മുമ്പ് നമ്മൾ പറഞ്ഞു എന്താണ്, ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് ആ വേരിയബിള് സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു മെമ്മറി സ്പേസ് അവിടെ ക്രിയേറ്റ് ചെയ്യണം, സ്റ്റോറേജ് ഏരിയ. അപ്പോൾ ഈ സ്റ്റോറേജ് ഏരിയയൊക്കെ ഐഡന്റിഫൈ ചെയ്യുന്നത്, സീൽ ഐഡന്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്? അപ്പോൾ അതിനെല്ലാം എന്താണ്, ആ ഏരിയക്കെല്ലാം ഒരു അഡ്രസ്സ് കൊടുക്കും. അല്ലേ? അപ്പോൾ ആ അഡ്രസ്സ് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ആ അഡ്രസ് വാല്യൂ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളുടെ ആംപർസെന്റ് സിമ്പിൾ യൂസ് ചെയ്യും. വാല്യൂ 1 വാല്യൂ 2. അപ്പോൾ എക്സാമ്പിൾ പറയുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും. എക്സാമ്പിൾ ഇൻറ്റ് എ ഫ്ലോട്ട് ബി. ഇൻറ്റ് എ എന്ന് പറയുന്നത് ഫ്ലോട്ട്, ബി എന്ന് പറയുന്നത് രണ്ട് വേരിയബിൾസ് ആണ്. അതിന്റെ ഡാറ്റ ടൈപ്പ് ആണ് പറഞ്ഞതെന്ന്. എ എന്ന് പറയുന്ന വേരിയബിളിന്റെ ഡാറ്റ ടൈപ്പ് ഇൻറ്റിജറും ബി എന്ന് പറയുന്ന വേരിയബിളിന്റെ ഡാറ്റ ടൈപ്പ് ഫ്ലോട്ടും. അല്ലേ? ഇനി എങ്ങനെ അത് എയ്ക്കും ബിക്കും വാല്യൂ റീഡ് ചെയ്യാം, കീബോർഡ് വഴി എയ്ക്കും ബിക്കും വാല്യൂ എങ്ങനെ കൊടുക്കാം, ഇൻപുട്ട് ചെയ്യാം എന്നാണ് പറയാൻ പോകുന്നത്. സ്കാനഫ് %d %f, അത് സെപ്പറേഷൻ പാടില്ല, %d %f. അപ്പോൾ ആദ്യം പറഞ്ഞിരിക്കുന്ന ഇൻറ്റിജറാണ്. അല്ലേ? എയുടെ ഫോർമാറ്റ് സ്പെസിഫയേഴ്സ് നമ്മൾ അവിടെ യൂസ് ചെയ്യും, ഇൻറ്റിജറിന്റെ ഫോർമാറ്റ് സ്പെസിഫയർ. അടുത്ത ബി ഫ്ലോട്ടിംഗ് പോയിന്റ് ആണ്, അതിന്റെ ഫോർമാറ്റ് സ്പെസിഫയർ അവിടെ യൂസ് ചെയ്യും. പിന്നെ ആ ഓർഡറിൽ തന്നെ നമ്മൾ വേരിയബിൾസിനെ എഴുതണം. ആംപർസെന്റ് എ ദാറ്റ് ഈസ് ഇൻറ്റിജർ, ആംപർസെന്റ് ബി ദാറ്റ് ഈസ് ഫ്ലോട്ട്. ഈ ആംപർസെന്റ് എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന വേരിയബിളിന്റെ ഉള്ളിലിരിക്കുന്ന വാല്യൂവിനെ ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ഐഡന്റിഫൈ ചെയ്യും. ഒരു അഡ്രസ് ഉണ്ടാവും എക്ക്, ആ എ എന്ന് പറയുന്ന അഡ്രസ്സിലേക്കായിരിക്കും ഈ അഡ്രസ് ഓപ്പറേറ്റർ കൊണ്ടുപോവുക. അഡ്രസ് ഓപ്പറേറ്റർ ആണ് ആംപർസെന്റ് എന്ന് പറയുന്നത്. ഇനി ഫോർമാറ്റ് സ്പെസിഫയേഴ്സ് നോക്കുക. %d ഇൻറ്റിജർ, %f ഫ്ലോട്ട്, %f ഡബിൾ, %c സിംഗിൾ ക്യാരക്ടർ, %s സ്ട്രിങ്, %u അൺസൈൻഡ് ഇന്റ്, %ld ലോങ് ഇന്റ്, %ff ലോങ് ഡബിൾ. ഇത്രയും. ഇനി ഒരു പ്രിന്റ്എഫിനും സ്കാൻഎഫിനുമായിട്ടുള്ളൊരു എക്സാമ്പിൾ നോക്കാം. ഹാഷ് ഇൻക്ലൂഡ് stdio.h, ഹാഷ് ഇൻക്ലൂഡ് conio.h. void main ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, ഇൻറ്റ് എ എന്ന് പറയുന്ന ഒരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്തു, ഫ്ലോട്ട് ബി എന്ന് പറയുന്ന അനദർ വേരിയബിളിനെ ഡിക്ലെയർ ചെയ്തു. ഇവിടെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു ഫംഗ്ഷൻ ഇവിടെ ചെയ്തിട്ടുണ്ട്, CLRSSCR. അത് എന്താണെന്ന് പിന്നീട് പറയാം, അടുത്ത പ്രോഗ്രാമുകളിലൊക്കെ വരുമ്പോൾ പറയാം. പ്രിന്റ് ഓഫ് എൻ്റർ 2 നമ്പേഴ്സ്. അല്ലേ? ഈ ഔട്ട്പുട്ട് നോക്കുക. ഔട്ട്പുട്ടിനകത്ത് ഫസ്റ്റിലെ പറഞ്ഞിരിക്കുന്നുണ്ടല്ലേ എൻ്റർ 2 നമ്പേഴ്സ്. ആ എൻ്റർ 2 നമ്പേഴ്സ് എന്നുള്ളത് പ്രിന്റ് ചെയ്യുന്നതിന്, ആ ഒരു മെസ്സേജ് പ്രിന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ പ്രിന്റ് എഫ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ഔട്ട്പുട്ടിലേക്ക് കാണാൻ കഴിയും എൻ്റർ 2 നമ്പേഴ്സ്. അപ്പോൾ 2 നമ്പർ എൻ്റർ ചെയ്യണമെന്ന്. അപ്പോൾ നീ എന്ത് ചെയ്യും, സ്കാനഫ് ഫസ്റ്റ് ഏതാണ്, ഇൻറ്റിജർ ആണ്, അപ്പോൾ %d. അടുത്തത് രണ്ടാമത്തെ ഫ്ലോട്ട് ആണ്, അപ്പോൾ %f. ഇനി ഫസ്റ്റിലത്തെ വേരിയബിൾ എ ആണ്, അപ്പോൾ ഇൻപുട്ട് ചെയ്യില്ല, റീഡ് ചെയ്യേണ്ടതിന് ആംപർസെന്റ് എ. അടുത്തത് ബിയുടെ വാല്യൂ റീഡ് ചെയ്യുന്നതിന് ആംപർസെന്റ് ബി. അപ്പോൾ ഇതെന്ത്, റീഡായി. ഇനി ആ റീഡ് ചെയ്ത വാല്യൂവിനെ അതേപോലെ പ്രിന്റ് ചെയ്യും. റീഡ് ചെയ്തതിനെ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രിന്റ് എഫ് യൂസ് ചെയ്തിരിക്കുന്നത്. അല്ലേ? പ്രിന്റ് എഫ് %d %f എ കോമ ബി. വേരിയബിൾസ് ഏതൊക്കെയാണ്? ഫസ്റ്റ് വാല്യൂവിൻ്റെ വേരിയബിൾ എ, സെക്കൻഡ് വാല്യൂവിൻ്റെ വേരിയബിൾ ബി. അപ്പോൾ ഇവിടെ പ്രിന്റ് ചെയ്യാനാവുമ്പം നമ്മൾ അഡ്രസ് ഓപ്പറേറ്റർ യൂസ് ചെയ്യാൻ പാടില്ല. അഡ്രസ് ഓപ്പറേറ്റർ ഏതായിരുന്നു ഇവിടെ? ആംപർസെന്റ് ഉണ്ടോ? അപ്പോൾ ഈ ആംപർസെന്റ് എന്ന് പറയുന്നത് പ്രിന്റ് സ്റ്റേറ്റ്മെന്റിലെ ഔട്ട്പുട്ട് ഫംഗ്ഷനിൽ യൂസ് ചെയ്യാൻ പാടില്ല. ആംപർസെന്റ് യൂസ് ചെയ്യുന്ന എവിടെയാണ്? ഇൻപുട്ട് ഫംഗ്ഷനുകളിൽ. ഇൻപുട്ട് ഫംഗ്ഷൻ ഏതാണ്? സ്കാൻഎഫ്. ഔട്ട്പുട്ട് ഫംഗ്ഷൻ ഏതാണ്? പ്രിന്റ് എഫ്. ഇനി മുമ്പ് പറഞ്ഞ ഗെറ്റ് സി എച്ച് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, ഗെറ്റ് ക്യാരക്ടറിനെ ഗെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ പ്രിന്റ് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, മുമ്പ് നമ്മൾ ഇൻപുട്ട് ചെയ്ത സ്കാൻഎഫ് വഴി ഇൻപുട്ട് ചെയ്ത എയുടെയും ബിയുടെയും വാല്യൂ
പ്രിന്റ് ചെയ്യാൻ സാധിക്കും. അതിവിടെ പ്രിന്റ് ചെയ്തിരിക്കുന്നു 5 10,5. ഓക്കെ.